പഴയ ഒരു ചിന്തയാണ് ഈ കട്ടയും സിമെൻറ്റും അല്ലെങ്കിൽ അങ്ങനെ ഒരു പുതിയ ആശയത്തെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് എക്സസൈസ് കിടക്കുന്ന എല്ലാം നമ്മൾ ഉപയോഗിക്കണം. ഇപ്പോൾ പ്ലാസ്റ്റിക് ബോട്ടിൽ കൊണ്ടുള്ള കൺസ്ട്രക്ഷൻസ് ഓൾറെഡി ഉണ്ട്. അതൊരു പുതിയ കാര്യമല്ലെങ്കിലും അതിനെ കൂടുതൽ നമ്മുടെ ലിവിങ്ങിലോട്ട് ഇപ്പോഴാണ് കയറി വരുന്നത്. ഇപ്പം ഞങ്ങൾ ഈ ചെറിയ പ്രീകാസ്റ്റ് ബീംസൊക്കെ ബോട്ടിൽ കോൺക്രീറ്റ് കൊണ്ട് ചെയ്യാറുണ്ട്. അവിടുത്തെ ലാൻഡ് സൈസ് ഇവിടുത്തെ പോലെ മിനിമം 10,000 സ്ക്വയർ ഫീറ്റ് ആണ്. ഓക്കെ, ബാക്കിയുള്ള ചെടികളും കാര്യങ്ങളും ഒക്കെ ഇതേപോലത്തെ ബന്ധപ്പെട്ട സാധനങ്ങൾ. അപ്പോൾ അവിടെ ഒരാൾക്ക് അതിൽ ജോയിൻ ചെയ്യാൻ 20 ലക്ഷം മുതലാണ് അവിടുത്തെ ബഡ്ജറ്റ് വരുന്നത്. പിന്നെ നമ്മൾ പല രീതിയിലത്തെ അവിടെ ഇണങ്ങുന്ന ബിനൂൺ ടീമും കൂടെ സജസ്റ്റ് ചെയ്തിട്ടുള്ള വർക്ക് ചെയ്തിട്ടുള്ള ടൈപ്പോളജീസ് ഹൗസസ് ഉണ്ട്. അത് ആളുകളുടെ ഇഷ്ടത്തിനനുസരിച്ച് അവർക്ക് ചൂസ് ചെയ്യാം. പിന്നെ നമ്മൾ ഓരോ വർഷം ടാർഗറ്റ് ചെയ്തിട്ടാണ് ഇവിടുത്തെ പ്ലാന്റേഷൻ നടത്തുന്നത്. ഈ വർഷം ഏകദേശം 1 ലക്ഷം ട്രീസാണ് SF-ന്റെ മൊത്തം ഏരിയയിൽ നമ്മൾ പ്ലാന്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രകടമായ മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ രാവിലെ എണീറ്റ് നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഇവിടെ ഒരുപാട് കിളികൾ, ഒരുപാട് ബട്ടർഫ്ലൈസ്, ബീസ്, അങ്ങനെ ഒരുപാട് നമ്മുടെ ഒരു കമ്മ്യൂണിറ്റി ലിവിങ്ങിനും ആ ഒരു സസ്റ്റൈനബിൾ ലിവിങ്ങിനും വേണ്ട ഒരുപാട് എലമെൻറ്റ്സ് ബൈ നാച്ചർ നമുക്ക് കിട്ടി. ഇവിടെ വന്നു ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയ വ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ശരിക്കും പറഞ്ഞ ഒരു ഫോളോ അപ്പ് വീഡിയോ ആണ്. അതായത് 2020 ഫെബ്രുവരിയിൽ നമുക്കൊരു 1.5 വർഷം മുമ്പ് നമ്മളൊരു 100 ഏക്കേഴ്സ് ഫാമിൻ്റെ ഒരു വീഡിയോ ചെയ്തിരുന്നു. നമുക്ക് ഒത്തിരി എൻക്വയറീസ് വന്ന ഒരു വ്ലോഗായിരുന്നു അത്. ആ ഫാമിൻ്റെ പേര് സാങ്ക്ടിറ്റി ഫെർമെ എന്നാണ്. അപ്പോൾ അത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വ്ലോഗ് നമ്മൾ ചെയ്തിട്ടുള്ളതുകൊണ്ട് അതിൻ്റെ ഒരുപാട് ഡീറ്റെയിൽസിലേക്ക് ഞാൻ പോകുന്നില്ല. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലിടാം. ഈ വ്ലോഗ് കാണുന്നതിന് മുമ്പ് നിങ്ങൾ മസ്റ്റായിട്ടും ആ വ്ലോഗ് കണ്ടിരിക്കണം. അതിനുശേഷം ഈ വ്ലോഗ് കാണാൻ പാടുള്ളൂ. അപ്പോൾ ഈ വ്ലോഗിൽ നമ്മൾ ഇതിൻ്റെ ഒരു പാർട്ട് 2 എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ ഒരു വ്ലോഗ് ചെയ്യുന്നത്. അതായത് 1.5 വർഷം കൊണ്ട് ഇവിടെ എന്തൊക്കെ ഡെവലപ്മെന്റ്സ് ആണ് ഉണ്ടായത്, ഇവർ അന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇവർ ഫുൾഫിൽ ചെയ്തോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വ്ലോഗിൽ നമ്മൾ മെയിനായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോൾ സാങ്ക്ടിറ്റി ഫെർമെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞ ഒരു ഫാം ഹൗസ് കൺസെപ്റ്റ് ആയിട്ടാണ് നമ്മൾ അന്ന് ആ ഒരു വ്ലോഗ് ചെയ്തത്. പക്ഷെ ഇന്ന് ഞാനിപ്പോൾ ഇവിടെ വന്നപ്പോൾ ഞാൻ കണ്ടത് ഇതൊരു സസ്റ്റൈനബിൾ ലിവിങ് ആയിട്ട് മാറി. അതായത് ആ ഒരു ഫാം ഹൗസ് എന്നുള്ള രീതിയിൽ നിന്ന് മാറി ഒരുപാട് പേര് ഇവിടെ സ്ഥിരമായി താമസിക്കുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ ഞാൻ കണ്ടത്. അതായത് നമ്മൾ അന്ന് വ്ലോഗ് ഇട്ട് നമ്മുടെ എൻക്വയറീസ് ത്രൂ വന്ന പല കസ്റ്റമേഴ്സും ഇന്ന് ഇവിടെ ഫാമിലി ആയിട്ട് താമസിക്കുകയാണ്. അപ്പൊ മിക്ക ആളുകളും ഈ ബാംഗ്ലൂരിൽ നിന്നും നമ്മുടെ നാടുകളിൽ നിന്നും അതുപോലെ കൊച്ചി പല സ്ഥലത്തുനിന്നും ആളുകൾ വന്ന ഒരു സിറ്റി ലൈഫിൽ നിന്നും മാറി ഇവിടെ താമസിക്കുന്ന ഒരു രീതി കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. അപ്പൊ ഇതിന്റെ നമ്മൾ ആ വ്ലോഗ് കണ്ടിട്ടുള്ളവർക്ക് അറിയാം, ഇതിന്റെ ഫൗണ്ടർ എന്ന് പറയുന്നത് ബൈജേട്ടനാണ്. അപ്പൊ ബൈജേട്ടൻ ഭയങ്കര ഡ്രീംസ് ഉള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ അന്ന് ആ ഒരു വ്ലോഗ് ശരിക്കും പറഞ്ഞാൽ നമ്മളത് എടുക്കാൻ തന്നെ ഒരു റീസൺ. അപ്പോൾ അദ്ദേഹം ഇന്ന് നമ്മുടെ കൂടെയുണ്ട്. രൂപത്തിലൊക്കെ കുറച്ച് മാറ്റം വന്നിട്ടുണ്ട്, പക്ഷെ അദ്ദേഹം നമ്മുടെ കൂടെയുണ്ട്. അത് കൂടാതെ നിങ്ങൾക്ക് ഒരു വിശിഷ്ട ഒരു വ്യക്തിയെ ഞാൻ പരിചയപ്പെടുത്താം. ആർക്കിടെക്ട് വിനോദാന്റെ നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്ത് അറിയാൻ പറ്റും. ഒത്തിരി വർക്ക്സ് ഇദ്ദേഹത്തിന്റെ കാണാൻ പറ്റും. അതും നമ്മൾ ഒത്തിരി ഇറക്കിയായിട്ടുള്ള പ്രോജക്ട്സും നമ്മുടെ തന്നെ വീഡിയോസും വ്ലോഗ്സും ഒത്തിരി നമ്മൾ യൂട്യൂബിലുണ്ട്. പക്ഷെ അതിലൊക്കെ ഡിഫറെന്റ് ആയിട്ട് എനിക്ക് തോന്നുന്നു മഡ് ഹൗസ് ആ ഒരു വർക്കിൽ ഭയങ്കരമായിട്ട് സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന ഒരു വ്യക്തിയാണ് ആർക്കിടെക്ട് വിനോദാന്യൻ. അപ്പൊ ഇവര് രണ്ടുപേരെയും നമ്മൾ ഇന്നത്തെ വ്ലോഗിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. അപ്പം ഇവര് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ SF1 വിശേഷങ്ങൾ, അതുപോലെ SF2, SF3 ഇതിന്റെയൊക്കെ വിശേഷങ്ങൾ നമ്മളുമായിട്ട് പങ്കുവയ്ക്കാനാണ്. അപ്പൊ നമുക്ക് അവരെ വെൽക്കം ചെയ്യാം. ഹലോ ബൈജേട്ടാ. ഹലോ സർ. ബൈജേട്ടന്റെ രൂപമൊക്കെ ആകെ മാറിപ്പോയി അല്ലെ? ആദ്യത്തെ വ്ലോഗ് കണ്ടിട്ട് ഇപ്പൊ ഈ വ്ലോഗ് കാണുമ്പോ ആൾക്കാർക്ക് ഫുൾ കൺഫ്യൂഷൻ ആയിരിക്കും, ഇത് നിങ്ങൾ തന്നെയാണോ അത്? അതെ അതെ, കൊറോണ കുറെ മാറ്റങ്ങൾ ഭൂമിയിൽ മൊത്തം വരുത്തിയില്ല, അതിന്റെ ഭാഗമാണ്. അപ്പൊ SF1 ഞാൻ വന്നപ്പോ എനിക്ക് ആ ഒരു ഭയങ്കര ഒരു ഡ്രീംസ് നിങ്ങളെ അല്ലെ, ഭയങ്കര പാഷനായിരുന്നു ഈ ഒരു പ്രോജക്റ്റ്, ഈ ഒരു കമ്മ്യൂണിറ്റി അല്ലെ. അവിടെ നിന്ന് എനിക്ക് തോന്നുന്നു ഒരു 80% മുകളിൽ നമ്മളിവിടെ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അതെ, 100% ഞാൻ ഉദ്ദേശിച്ച ഒരു 4-5 വർഷത്തിൽ നടക്കും എന്നുള്ളതായിരുന്നു. അപ്പോൾ അത് ഒരു 1.5 വർഷം കൊണ്ട് 80% നമുക്ക് എത്തിപ്പെടാൻ പറ്റും. കൊറോണ ആയിട്ട് പോലും കൊറോണ ഇതിൽ കുറെ സഹായിച്ചിട്ടുണ്ടെന്നും കൂടെ വേണമെങ്കിൽ എനിക്ക് പറയണം. പണ്ട് നമ്മൾ ഈ പ്രോജക്റ്റിനെ കാണുമ്പോഴും ഇതാകുമ്പോഴും യു ആർ ഡൂയിങ് എ ഗുഡ് ജോബ് എന്ന് പറയും. പക്ഷേ പീപ്പിൾ വർ ടേക്കിംഗ് ടൈം ടു ടേക്ക് എ ഡിസിഷൻ. ഇപ്പോൾ കൊറോണ ചെയ്ത ഒരു കുറേ ദുരന്തങ്ങൾ ഭൂമിയിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഒരു നല്ല കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകൃതിയെ ഏറ്റവും
നാളെ ചെയ്യാനുള്ള കാര്യങ്ങൾ ഇന്ന് ചെയ്യണം എന്നൊക്കെയുള്ള ഒരു ചിന്ത കൊറോണ ആളുകളിലേക്ക് എത്തിച്ച് അത് ഇവിടുത്തെ പാസേജിനെ വളരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അല്ലേ? ഓക്കെ. അതുപോലെ ഇനി സാറിനോട് ചോദിക്കുകയാണെങ്കിൽ, സാറിന്റെ ഒത്തിരി വർക്ക്സ് ഞാൻ ഗൂഗിളിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഞാൻ സാറിനെ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഒരു എർത്തി തീം അല്ലേ, പ്രത്യേകിച്ച് മഡ് ഹൗസ്, സാറിന്റെ വർക്ക്സ് ഭയങ്കര ഒരു യുണീക്കാണ്. അതുപോലെ സാറ് ഒത്തിരി ആളുകളായിട്ട് അസോസിയേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഞാൻ കണ്ടില്ല. അപ്പൊ എങ്ങനെയാണ് സാർ ഈ ഒരു SF അല്ലെ, ഇപ്പൊ 1 തന്നെ എനിക്ക് 8 പ്രോജക്ട് സാറിന്റെ നടക്കുന്നുണ്ട് അല്ലെ, അപ്പൊ എങ്ങനെ ഇവരായിട്ട് അസോസിയേഷൻ വരാനും എങ്ങനെയാണ് എത്തിപ്പെട്ടത് ഇവിടെ? ആദ്യം ബൈജുവേട്ടൻ എൻ്റെ കോളേജിലെ സീനിയറാണ്. ഓ ശരി, ഒരുപാട് സീനിയറാണ്. അപ്പോൾ അതെടുത്ത് പറഞ്ഞു. അതെ, അപ്പോൾ അതേ ഒരു സുഹൃത്ത് വഴി ബന്ധപ്പെട്ടു. അപ്പം ഞാൻ ആദ്യം ഇവിടെ വരുമ്പോൾ മാഡം നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു അങ്ങനെ അത്രയും ഡെവലപ്മെൻറ്റ് നടക്കാത്തൊരു സ്ഥലവും എന്നാൽ ഒരുപാട് പൊട്ടൻഷ്യൽ ഉള്ളൊരു സ്ഥലവും കൂടെയായിരുന്നു. അപ്പോൾ കമ്മ്യൂണിറ്റി ആയിട്ട് ഡെവലപ്പ് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ, ഒരു സസ്റ്റൈനബിൾ ലിവിങ് ആയിട്ട് ഡെവലപ്പ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം പറഞ്ഞപ്പോൾ, പലപ്പോഴും കമ്മ്യൂണിറ്റി ഫാംസും പലപ്പോഴും അതിൽ വരുന്ന ബിൽഡിങ്സും പിന്നീട് വളരെ അരോചകം, എല്ലാം കൂടെ ചേർന്ന് കഴിയുമ്പോഴത്തേക്കും വളരെ അരോചകമാകുന്ന ഒരു കാഴ്ചപ്പാടാണ് ആർക്കിടെക്ട്സ് ചെയ്യുന്ന കൺസ്ട്രക്ഷൻസ് പോലും പലപ്പോഴും അങ്ങനെ കാണാറുണ്ട്. അതൊരു ചലഞ്ചായിരുന്നു. അതായത് എങ്ങനെയെങ്കിലും ഇപ്പം നമ്മുടെ ഫാം മൊത്തം തികഞ്ഞാലും, അപ്പോൾ ആദ്യം ഫാം കാണുമ്പോൾ ഉള്ളൊരു കൗതുകവും സന്തോഷവും പിന്നീട് ഫാമിൽ എല്ലാവരും ബിൽഡ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടാറില്ല. ആ ഒരു സെയിം എക്കോ ഫ്രണ്ട്ലിനെസ്, ആ സെൻസിറ്റീവായിട്ടുള്ള കൺസ്ട്രക്ഷൻ കൊണ്ടും ക്യാമോഫ്ലാജ് ചെയ്തും നമുക്ക് നേടാം എന്നുള്ള ഒരു ആശയത്തിലാണ് ഞാനും ബൈജുവേട്ടനും പിന്നീട് ജോയിൻ ചെയ്തത്. SF1 അതായത് സാങ്ക്ടിറ്റി ഫെർമെ 1 നമുക്ക് 100 ഏക്കർ ആയിരുന്നല്ലോ ബൈജുവേട്ട. അപ്പം ഇതിലും എനിക്ക് തോന്നുന്നു സാറിന്റെ ഓൾമോസ്റ്റ് 8 വീടുകൾ നടക്കുന്നുണ്ട് അല്ലേ? 8 വർക്കുകളാണ്. അതിൽ ഒരു സെറ്റ് ആക്ച്വലി ഒരു കണ്ടിന്യൂവേഷനാണ്, 2 സെറ്റ്. ഇപ്പോൾ എൻ്റെ ഒരു മുമ്പ് എൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന വാൾ മേക്കേഴ്സിൽ തന്നെ വർക്ക് ചെയ്തിരുന്ന ഫവാസ് തെങ്ങിലാൻ ആർക്കിടെക്റ്റ്, അപ്പോൾ അദ്ദേഹം ഇപ്പോൾ ഒരു കൺസ്ട്രക്ഷൻ, ഒരു ടൈപ്പോളജി ചെയ്യുന്നുണ്ട് ഇവിടെ, ഓൾറെഡി SF ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇത് ശൂളഗിരിയിൽ പൊതുവായി കാണുന്ന മൺഭിത്തികളും പാറകളുമാണ് കാണുന്നത്. ഇത് രണ്ടും കൂടെ സമന്വയിപ്പിച്ചിട്ടുള്ള ഒരു വർക്ക്. അതാകുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ഹയർ പ്രദേശത്ത് നിന്ന് നോക്കുമ്പോൾ നമുക്ക് നമ്മുടെ ബിൽഡിംഗ് തിരിച്ചറിയത്തില്ല. മറ്റേത് അതിനിടയ്ക്ക് ഒരു വെള്ള ബിൽഡിംഗ് കാണുമ്പോഴത്തേക്കും നമുക്കതിനോടുള്ള സൗന്ദര്യവും ആ ഒരു ആകർഷണവും ഒക്കെ പോവുകയാണ്. ഇതിപ്പോൾ ആ ടൈപ്പോളജിയിൽ ചെയ്യുമ്പോൾ, ഫവാസ് തെങ്ങിലാൻ ചെയ്യുന്ന ആ ടൈപ്പോളജി ചെയ്യുമ്പോൾ അത് വളരെ സീംലെസ് ആയിട്ടിരിക്കും. നമ്മുടെ ഒരു ബിൽഡിംഗ് പോലും അവിടെ ഉള്ളതായിട്ട് അറിയത്തില്ല. അപ്പം നമ്മളും തിരിച്ച് നോക്കുമ്പോൾ മറ്റൊരു ബിൽഡിംഗ് കാണുമ്പോൾ നമുക്ക് തോന്നുന്ന അതേ വിരസത ഇതിൽ ഒഴിവാക്കപ്പെടുന്നുണ്ട്. പിന്നെ ഞങ്ങൾ മറ്റൊരു കമ്മ്യൂണിറ്റിയും കൂടെ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതൊരു പ്രത്യേക പാറയുടെ ഒരു പ്രതലത്തിലാണ്. അപ്പോൾ അവിടെ ഞങ്ങൾ ചുഴി എന്നാണ് അതിന് പേരിട്ടിരിക്കുന്നത്. അതൊരു സീരീസ് ഓഫ് റോ ഹൗസസ് ആണ് അവിടെ ചെയ്യുന്നത്. ഇതൊന്നും പോരാഞ്ഞിട്ട് ഇവിടെ ഈ ഒരു ക്വാറി ഉണ്ടായിരുന്നു. അവർ ക്വാറി ചെയ്തിട്ടുള്ള വേസ്റ്റ് മൊത്തം, ഇപ്പോൾ മണ്ണ് മാത്രമല്ല നമ്മുടെ ആശയം, നമ്മൾ വേസ്റ്റും കൂടെ വളരെ ശക്തമായി ഫോളോ ചെയ്യുന്ന ഒരു ആശയമാണ്. വേസ്റ്റ് ഇല്ലാതെ നമുക്കിനി മുന്നോട്ട് പണിയാൻ പറ്റത്തില്ല. നമ്മുടെ അടുത്ത തലമുറയ്ക്കൊന്നും മണ്ണ് മാത്രമല്ല വേസ്റ്റ് കൊണ്ട് സമന്വയിപ്പിച്ച് എന്നാൽ സൗന്ദര്യപൂർണ്ണമായിട്ടുള്ള കൺസ്ട്രക്ഷൻസും വേണമെന്നുള്ള. അപ്പോൾ ആ ഒരു വേസ്റ്റ് തള്ളിയത് ഒരു മലയായി. ഇവർ ഈ ക്വാറിക്കാർ വേസ്റ്റ് എല്ലാം കൂടെ തള്ളി. അതെ, അപ്പോൾ പൊതുവെ ആർക്കിടെക്ട്സോ എഞ്ചിനീയേഴ്സോ അതിൽ വർക്ക് ചെയ്യത്തില്ല, കാരണം അതൊരു അൺസ്റ്റേബിൾ ആണല്ലോ. പക്ഷെ അതെല്ലാം ഒരു പ്രത്യേക രീതിയിൽ നമ്മൾ കൺസ്ട്രക്ഷൻ വർക്ക് ചെയ്ത് അതിൻ്റെ മണ്ടയ്ക്ക് പാറ കൊണ്ട് തന്നെ ഞങ്ങളൊരു ചെറിയ ഒരു മിനി റിസോർട്ട് അവിടെ ചെയ്യുന്നുണ്ട്. അത് ഈ 8 പ്രോജക്ട്സിൽ ഒന്നാതാണ്. SF1 തന്നെയാണ് ഇതെല്ലാം വരുന്നത്. ഈ പറഞ്ഞ 8 പ്രോജക്റ്റിനകത്ത് ഈ 2 ടൈപ്പോളജി ഓഫ് കമ്മ്യൂണിറ്റീസ്, ഒന്ന് ഫുള്ളി ക്യാമോഫ്ലാജ്ഡ്, ചുഴി എന്ന് പറയുന്നത് മൊത്തത്തിൽ കാണാൻ പോലും പറ്റത്തില്ല. മറ്റേത് ഈ പറഞ്ഞ പോലെ ശൂളഗിരിയുടെ പാറയുടെ ഒരു രൂപം നമുക്ക് കാണാൻ പറ്റും. കൈലാസം എന്ന് പറയുന്നതിൽ നമ്മൾ പാറ കൊണ്ട് മാത്രം പണിയാണ്. അതൊരു ഹൈക്കിംഗ് പ്ലേസ് ആയിരുന്നു. ആൾക്കാർ എപ്പോഴും അവിടെ വന്നിട്ട് ഒന്ന് ആസ്വദിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഞങ്ങൾ വീട് പണിത് കഴിയുമ്പോൾ ആ ആസ്വാദനം പോകാൻ പാടില്ല. അവിടെ പിന്നെയും അതേ രീതിയിൽ തന്നെ ആസ്വദിക്കണം. അപ്പം മല അല്പം കൂടെ ഒന്ന് മുകളിലായെന്നേ തോന്നത്തുള്ളൂ. ഒരു നിലയും കൂടെ വെച്ച് മലയുടെ എക്സ്റ്റൻഷനായിട്ടേ നമുക്ക് തോന്നത്തുള്ളൂ. വീണ്ടും നമുക്ക് ട്രക്കിംഗ് ചെയ്യാം. അവിടെ ആ സ്പോട്ടിന് ഒരു കോട്ടവും പറ്റാതെ തന്നെ കണ്ടിന്യൂ ചെയ്യാം. ആൻഡ് യെറ്റ് വി ക്യാൻ അറേഞ്ച് ഒരു 8 ലിവിങ് സ്പേസസ് പറ്റുന്ന രീതിയിലാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പം ബൈജു കേട്ടോ, നമ്മുടെ SF1 അല്ലെ, നമ്മൾ അന്ന് വരുന്ന ഒരു സമയത്ത്
നമുക്കിവിടെ ജസ്റ്റ് എനിക്ക് 1-2 കൺസ്ട്രക്ഷൻസ് ഒക്കെ ഇങ്ങനെ അല്ലേ നടക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ? അപ്പൊ അതിൽ നിന്ന് ഇപ്പൊ നമ്മൾ 1.5 വർഷം കൊണ്ട് എത്തി, എന്തൊക്കെ ഫെസിലിറ്റീസ് നമ്മൾ ഇവിടെ വരുന്നവർക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഒന്ന് പറയാമോ? എൻ്റെ ഡ്രീമിനനുസരിച്ചിട്ടുള്ള ഒരു സാധനം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആർക്കിടെക്ചറിനെ സെർച്ച് ചെയ്തിട്ടാണ് ഞാൻ വിനുവിലെത്തിയത്. ഓക്കെ, അങ്ങനെ ഇപ്പോൾ ആദ്യത്തെ 3-4 വർഷം നമ്മളുടെ പ്രൈമറി അറ്റൻഷൻ ഈ ഗ്രീൻ മൂവ്മെൻറ്റിന് വേണ്ടിയിട്ടായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ഒരു 1.5 വർഷമായിട്ടാണ് ഈ ലിവിങ് സ്പേസസിലേക്ക് വന്നത്. ഇപ്പോൾ ഒത്തിരി ആളുകൾ കൺസ്ട്രക്ട് ചെയ്യുന്നുണ്ട്. നമ്മളും പല മോഡൽസ് ആളുകൾക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തും തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, അതിൻ്റെ ശേഷം നമ്മൾ ഹോഴ്സ് റൈഡിങ്, സ്വിമ്മിങ്, ട്രക്കിംഗ് ആൻഡ് ടെൻറ്റിങ്, അങ്ങനെ ഈ ഔട്ട്സ്കേർട്ടിൽ വിത്ത് നേച്ചർ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഫെസിലിറ്റീസ് നമ്മൾ ആൾറെഡി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ പിന്നെ വേറൊരു വ്യത്യാസം ഉണ്ടായത്, ലോക്ക്ഡൗണിന് ശേഷം ഞാൻ ഫുൾ ടൈം ഫാമിൽ സ്റ്റേ ചെയ്യാൻ തുടങ്ങി. ഇവിടെ തന്നെ ഒരു സ്ഥലത്ത് നമ്മൾ എനർജി വെച്ചിട്ട് ഒരു 24 മണിക്കൂർ ഉണ്ടാകുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒത്തിരി സ്പീഡ് ഇവിടുത്തെ ഡെവലപ്മെൻറ്റ്സിലും ഇവിടുത്തെ പുതിയ പുതിയ കാര്യങ്ങളിൽ വരുന്നതിലും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മളിങ്ങളുടെ ജീവിതം പല ഫാമും പറഞ്ഞിട്ടുണ്ടല്ലോ, ആളുകൾ MG റോഡിൽ ഇരുന്നിട്ട് ഫാം ലൈഫ് ഈസ് ഗുഡ് എന്ന് പറഞ്ഞിട്ട് വിൽക്കും. നമ്മളതിൻ്റെ ഭാഗമാണ്. ഓക്കെ, നമ്മൾക്ക് ഈ സന്തോഷം തോന്നുന്ന സാധനങ്ങൾ ആഡ് ചെയ്യുന്നു, അത് ബാക്കിയുള്ള ആളുകൾക്ക് കൂടി ഉപയോഗിക്കാനുള്ള രീതിയിലേക്ക് കൊണ്ടുപോകുന്നു. അപ്പോൾ അത് അറിഞ്ഞ് അനുഭവിച്ചിട്ടാണ് നമ്മൾ ഓരോരുത്തരെ അതിലേക്ക് വേണ്ടിയിട്ട് ഇൻവൈറ്റ് ചെയ്യണമെന്ന് പറയാം. അതായത് ഇപ്പൊ നമ്മളൊരാള് സിറ്റിയിൽ നിന്ന് ഇവിടെ വന്നാലും അവർക്ക് ബോറടിക്കാത്ത രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മളിവിടെ അതെ, അർബൻ കംഫർട്ട് ഉണ്ടാവും, ഇൻ ട്യൂൺ വിത്ത് നേച്ചർ. ഓക്കെ, ആഡ് ലൈഫ് ടു യുവർ ലൈഫ് സ്റ്റൈൽ എന്നുള്ളതാണ് നമ്മുടെ ടാഗ് ലൈൻ. ഓക്കെ, ഇപ്പൊ നമ്മള് ആദ്യത്തെ വ്ലോഗ് കാണാത്തവർക്ക് വേണ്ടി ഒരു ക്വസ്റ്റ്യൻ ചോദിക്കണം. നമ്മളിപ്പോ ഈ ശൂലഗിരി എന്ന് പറഞ്ഞ പ്ലേസ് ഉണ്ടല്ലോ, അവിടെ നിന്ന് നമ്മളിപ്പോ ഈ പറഞ്ഞ ബാംഗ്ലൂരിലേക്ക് എത്ര ഒരു ദൂരം വരുന്നുണ്ട്? ഒരു ബാംഗ്ലൂരിൻ്റെ പല ഭാഗത്തേക്ക് നോക്കി കഴിഞ്ഞാൽ 1.5 മണിക്കൂർ മുതൽ 2 മണിക്കൂർ വരെ കംഫർട്ടബിളി ആളുകൾക്ക് വരാൻ പറ്റും. അതുപോലെ നമ്മളിപ്പോ വന്നപ്പോൾ നമ്മൾ ശരിക്കും വീക്കെൻഡിലാണല്ലോ വന്നത്. വീക്കെൻഡ് ഇവിടെ ഫുള്ളാണ് അല്ലേ? ഇപ്പൊ നമ്മളിവിടെ റൂംസും ഇവിടെ ആക്ടിവിറ്റീസും ഫാമിലീസും ഒക്കെ വന്ന് ഇവിടെ, പിന്നെ നമുക്ക് അതുപോലെ ഞാൻ പണ്ട് നമ്മൾ വന്നതിനേക്കാളും കണ്ടൊരു വേറൊരു വ്യത്യാസം എന്ന് പറയുന്നത് നമുക്കിവിടെ നല്ലൊരു ഫുൾ ഫ്ലെഡ്ജഡ് ആയിട്ടുള്ള ഒരു കിച്ചൺ അല്ലേ? അപ്പൊ അതുകൊണ്ട് ഇപ്പൊ വീക്കെൻഡ്സ് കുറേ കൂടെ ലൈവാണ്. ഒന്നാമതായിട്ട് കഴിഞ്ഞ 2 വർഷം ആളുകൾ റൂമിലിരുന്നിട്ടുള്ള ബുദ്ധിമുട്ട് നമുക്കിപ്പോൾ ഒരിക്കലും വീക്കെൻഡ് ഒന്നും നമുക്ക് ആളുകൾക്ക് മാക്സിമം എന്താ പറയുക, വളരെ കുറച്ച് ആളുകളെ നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഒരുപാട് പൊട്ടൻഷ്യൽ ഹോസ്പിറ്റാലിറ്റിയിലൊക്കെ കിടക്കുന്നുണ്ട്. ഓക്കെ, ആളുകൾ ഇത് ഭയങ്കരമായിട്ട് ഇപ്പോൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്, വന്ന ആളുകൾ തിരിച്ച് വീണ്ടും വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ പിന്നെ ഇപ്പോൾ നമ്മൾ ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ വിനു ഡാനിയൽ ആൻഡ് ടീം നമുക്കൊരു വൺ ഡിസൈനർ അവിടെ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ പണി പകുതി നിൽക്കുകയാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ പല ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പലതും നമ്മൾ ട്രൈ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതേപോലെ സാറിനോട് ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, ഞാനിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ നടന്നപ്പോൾ പ്ലാസ്റ്റിക് കൊണ്ടൊക്കെ ഇങ്ങനെ കൺസ്ട്രക്ഷനിൽ യൂസ് ചെയ്യുന്ന ഒരു സംഭവം ഞാൻ സത്യം പറഞ്ഞാൽ അങ്ങനെ കണ്ടിട്ടില്ല വേറെ എവിടെയും. അപ്പോൾ അത് എങ്ങനെ, നമ്മൾ എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് ഈ ഒരു കൺസ്ട്രക്ഷന് യൂസ് ചെയ്യുന്നത്? ഈ പഴയ ഒരു ചിന്തയാണ് ഈ കട്ടയും സിമെൻറ്റും, അല്ലെങ്കിൽ അങ്ങനെ ഒരു പുതിയ ആശയത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് എക്സസൈസ് കിടക്കുന്ന എല്ലാം നമ്മൾ ഉപയോഗിക്കണം. ഇപ്പോൾ പ്ലാസ്റ്റിക് ബോട്ടിൽ കൊണ്ടുള്ള കൺസ്ട്രക്ഷൻസ് ഓൾറെഡി ഉണ്ട്. അതൊരു പുതിയ കാര്യമല്ലെങ്കിലും അതിനെ കൂടുതൽ നമ്മുടെ ലിവിങ്ങിലോട്ട് ഇപ്പോഴാണ് കയറി വരുന്നത്. അപ്പം ഞങ്ങൾ ഈ ചെറിയ പ്രീകാസ്റ്റ് ബീംസൊക്കെ ബോട്ടിൽ കോൺക്രീറ്റ് കൊണ്ട് ചെയ്യാറുണ്ട്, എസ്പെഷ്യലി പെറ്റ് ബോട്ടിൽസ്. അപ്പോൾ ഇവിടെ അടുത്തൊരു ഓഡിറ്റോറിയം ഉണ്ട് ശൂളഗിരി ടൗണിൽ. അപ്പോൾ അവിടെ ഒരു കല്യാണം കഴിയുമ്പോഴത്തേക്ക് അവിടെ ഒരു കുന്നാവും അതിൻ്റെ തൊട്ടടുത്ത്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് പോയി ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ കുറേ കാര്യങ്ങൾ റീസൈക്കിൾ ചെയ്യാൻ ഏറ്റവും നല്ല ഒരു ഇൻഡസ്ട്രി കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയാണ്. പലരും അതിനെ പൊളിക്കുന്നതും കത്തിക്കുന്നതും ഒക്കെയാണ് സംസാരിക്കുന്നത്. ഏറ്റവും ഇത് ഒളിപ്പിച്ച് വയ്ക്കാൻ പറ്റുന്നത് ഒരു വീടിലാണ്, കൺസ്ട്രക്ഷനിലാണ്, കെട്ടിടങ്ങളിലാണ് നമുക്ക് ഇങ്ങനത്തെ വേസ്റ്റുകളെല്ലാം ഒളിപ്പിച്ച് വയ്ക്കാൻ പറ്റും. എന്നാലല്ലേ നമുക്കൊക്കെ ജീവിക്കാൻ പറ്റൂ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഫോർസൈറ്റ് വെച്ചാണ് നമ്മൾ ഇങ്ങനത്തെ ടെക്നിക്സ് പരിശോധിക്കുന്നത്. നമ്മൾ ടയർ കൊണ്ടും പണിയുന്നുണ്ട് ഇവിടെ. അത് ശരി. ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പോയപ്പോൾ പ്ലാസ്റ്റിക് കണ്ടപ്പോൾ ഞാൻ കുറേ വർഷങ്ങൾ കൺസ്ട്രക്ഷൻ ഫീൽഡിൽ ഉണ്ടെങ്കിലും നമ്മൾ അങ്ങനെ ഒത്തിരി ടെക്നിക്കലി പോകാറില്ലെങ്കിലും ഇത് എനിക്ക് ഭയങ്കര ഒരു കൗതുകമായിട്ട് തോന്നി. അതുപോലെ ബൈജു ചേട്ടാ, ചേട്ടൻ്റെ അടുത്ത് ഓൺ ദ റോക്സ് എന്ന് പറഞ്ഞിട്ടൊരു പ്രോജക്റ്റിനെ കുറിച്ച് പറഞ്ഞല്ലോ. ഇങ്ങനെ അതിൻ്റെ ഫോട്ടോസൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി.
അതൊക്കെ ശരിക്കും നമ്മൾ ഈ SF1, 2, 3 വരുന്ന ഒരു പ്രൊജക്റ്റ് ആണോ, അല്ലെങ്കിൽ അത് സെപ്പറേറ്റ് ചെയ്ത് വരുന്ന ഒരു പ്രോപ്പർട്ടി ആണോ? അതെ അതെ അതെ, പേര് പോലെ തന്നെ അത് നമ്മൾ സാങ്ക്ടിറ്റി ഫെർമെ നിടാതെ ഒരു ഓൺ ദ റോക്സ് നിടാൻ ഒരു റീസൺ എന്ന് പറഞ്ഞാൽ അത് ഇന്ന് അതിൻ്റെ കാഴ്ചപ്പാട് വേറെ രീതിയിലാണ്. ഓക്കെ, അതിനെക്കുറിച്ച് കൂടുതലായിട്ട് വിനു സംസാരിക്കും. അതൊരു വളരെ ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഒരു ലൊക്കേഷനാണ്. അപ്പോൾ അതിനകത്ത് ഏറ്റവും വലിയ ഭംഗിയും അതിനകത്ത് രസകരമായ ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ അതൊരു വാലിയാണ്. അപ്പോൾ അതിങ്ങനെ ഒരു താഴ്വാരമാണ്. അപ്പോൾ എന്നാൽ വലിയ സ്പാനല്ല, ചെറിയൊരു വളരെ ക്യൂട്ടായിട്ടുള്ള ഒരു താഴ്വാരം. അപ്പോൾ ഇത് എയറിൽ കണക്ട് ചെയ്യുന്നത് ഞങ്ങൾ കുറച്ച് കണ്ടെയ്നേഴ്സ് വെച്ചാണ് അവിടുത്തെ കൺസ്ട്രക്ഷൻ ചെയ്യാൻ പോകുന്നത്. ഈ വേസ്റ്റഡ് ആയിട്ടുള്ള കണ്ടെയ്നർ കൺസ്ട്രക്ഷൻ ഓൾറെഡി നിങ്ങൾ കേട്ട് പരിചിതമായിരിക്കുമല്ലോ. അപ്പം ഞങ്ങൾ അവിടെ ഉദ്ദേശിക്കുന്ന ഒരു അക്കാഡമി തുടങ്ങാനാണ്. ഈ ആർക്കിടെക്ചറൽ കൺസ്ട്രക്ഷൻ്റെ ഒരു അക്കാഡമി ചെയ്യാനാണ് ഞങ്ങളുടെ ആഗ്രഹം ഈ ഒരു പ്രോജക്റ്റിൽ. കാരണം ആർക്കിടെക്ചറിൽ കൺസ്ട്രക്ഷൻ പൊതുവെ പഠിപ്പിക്കുന്നുണ്ടെങ്കിലും ഒരു ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് കൊടുക്കുന്ന സ്ഥാപനങ്ങളില്ല. ഇൻഫാക്റ്റ് ഒരു കോളേജും ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് അവരുടെ അടുത്ത് പലപ്പോഴും പോയി വല്ല ഫേമിലും വർക്ക് ചെയ്യാനാണ് സ്റ്റുഡൻസിൻ്റെ അടുത്ത് ജനറലി പറയുന്നത്. അപ്പോൾ ഈ അക്കാഡമിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി ആർക്കിടെക്ചറൽ കൺസ്ട്രക്ഷൻ. അത് പഠിപ്പിക്കുന്ന ഒരു ഇടമായിട്ടായിരിക്കും. അപ്പോൾ അക്കൂട്ടത്തിൽ ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയും ബിൽഡ് ചെയ്യാൻ പറ്റും. അവിടെ താമസിക്കുന്നതായിട്ടുള്ള അല്ലെങ്കിൽ ലാൻഡ് വീണ്ടും നമ്മൾ സെല് ചെയ്യുമ്പോൾ ഈ ഒരു ക്ലിഫിൻ്റെ ഒരു അഡ്വാൻറ്റേജ് അവിടെ കിട്ടുക. അതെ, അപ്പോൾ ഇറ്റ് വിൽ ബി ആൻ ഇന്റർ കണക്റ്റഡ് സിറ്റി ഓൺ ഇറ്റ്സ് ഓൺ റൈറ്റ്. അങ്ങനെ ബ്രിഡ്ജസ് ഒക്കെ വെച്ച് നമ്മളത് കണക്ട് ചെയ്യുന്നത്. അതെ അതെ, വെരി ലൊക്കേഷൻ ഇവിടെ നിന്നൊരു 7 കിലോമീറ്റർ ദൂരത്താണ്. അതെ അതെ. ഇപ്പോൾ നമ്മൾ പ്രിൻസിപ്പിൾ പ്രകാരം ഈ ടൈപ്പ് സസ്റ്റൈനബിൾ ആർക്കിടെക്ചർ പ്രൊമോട്ട് ചെയ്യുമ്പോൾ അപ്പോൾ അത് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആളുകളും കൂടെ ഉണ്ടാകുമ്പോഴാണ് ഒരു മൂവ്മെൻ്റ് ഉണ്ടാവുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പ്രയത്നം ചെയ്യുന്നത്. അപ്പോൾ ഇവിടെയുള്ള കുട്ടികൾക്ക് നമ്മൾ അവിടെ ഉണ്ടാക്കുന്ന ബിൽഡ് ചെയ്യുന്ന കമ്മ്യൂണിറ്റിയിൽ ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് കൊടുത്തിട്ട് ഈ തരത്തിലുള്ള ഒത്തിരി ആർക്കിടെക്ചറിനെ വളർത്തിയെടുക്കുക എന്നുള്ള ഒരു ഉദ്ദേശം. അതെ അതെ അതെ. അതുപോലെ നമ്മൾ SF1 അതിന്റെ ശരിക്കും പറഞ്ഞൊരു സെക്കൻഡ് ഫേസ് ആയിട്ട് വരുന്നത് SF3 ആണ്. അതെ. അപ്പൊ ഈ SF3യുടെ ഒരു ഭാഗമാവണമെങ്കിൽ നമ്മൾ എത്ര ഒരു ലാക്സ് തൊട്ടാണ് നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്? അവിടുത്തെ ലാൻഡ് സൈസ് ഇവിടുത്തെ പോലെ മിനിമം 10,000 സ്ക്വയർ ഫീറ്റ് ആണ്. ഓക്കെ, ബാക്കിയുള്ള ചെടികളും കാര്യങ്ങളും ഒക്കെ ഇതേപോലത്തെ ബന്ധപ്പെട്ട സാധനങ്ങൾ. അപ്പോൾ അവിടെ ഒരാൾക്ക് അതിൽ ജോയിൻ ചെയ്യാൻ 20 ലക്ഷം മുതലാണ് അവിടുത്തെ ബഡ്ജറ്റ് വരുന്നത്. പിന്നെ നമ്മൾ പല രീതിയിലത്തെ അവിടെ ഇണങ്ങുന്ന വിനൂൺ ടീമും കൂടെ സജസ്റ്റ് ചെയ്തിട്ടുള്ള വർക്ക് ചെയ്തിട്ടുള്ള ടൈപ്പോളജീസ് ഹൗസസ് ഉണ്ട്. അത് ആളുകളുടെ ഇഷ്ടത്തിനനുസരിച്ച് അവർക്ക് ചൂസ് ചെയ്യാം, അവരുടെ ബഡ്ജറ്റിനനുസരിച്ചിട്ട്. അതെ, നമ്മൾ തന്നെ ഇംപ്ലിമെന്റ് ചെയ്ത് കൊടുക്കും. അതിൽ 2 ബെഡ്റൂം ഉണ്ട്, 3 ബെഡ്റൂം ഉണ്ട്, 4 ബെഡ്റൂം ഉണ്ട്, അങ്ങനെ പല ടൈപ്പോളജീസും ഉണ്ട്. എന്നാൽ അതിനൊരു ജനറൽ ക്യാരക്ടറും കൂടെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഒരു കമ്മ്യൂണിറ്റിയുടെ ക്യാരക്ടർ മെയിൻറ്റെയിൻ സസ്റ്റൈനബിൾ കമ്മ്യൂണിറ്റിക്ക് വേണ്ട ഒരു കാര്യങ്ങളെല്ലാം അതിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പല ഡിസൈൻസിലുള്ള അതെ അതെ ഡിഫറെന്റ് ഒരു വീടുകളായിരിക്കും അവിടെ കൂടുതൽ. അതെ, ഇപ്പോൾ ഇൻഡിവിജ്വൽസിന് വിട്ടുകൊടുക്കുമ്പോൾ നടക്കുന്ന ഒരു അൺഎക്സ്പെക്റ്റഡ്നെസ് ഉണ്ട്, ഒരു കെയോസ് ഉണ്ട്. ആ കെയോസ് ഇല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ SF3 എന്ന് പറഞ്ഞ പ്രോജക്റ്റ് നമുക്ക് ശരിക്കും എത്ര ഏക്കറിൽ വരുന്ന ഒരു പ്രോപ്പർട്ടിയാണ്? അത് നമ്മൾ ഫസ്റ്റ് ഫേസ് ഒരു 35 ഏക്കറിൽ തുടങ്ങും. അതിൻ്റെ ശേഷം അവിടെ ഒരു 125-150 ഏക്കർ വരെ നമുക്ക് അതിനുള്ള ഏകദേശം ഫോർസി ചെയ്തിട്ടുണ്ട്. SF1 പോലെ തന്നെ വലിയ പ്രോജക്റ്റ് ആണ്. അതെ അതെ. SF1 വളരെ കുറച്ച് ലാൻഡുകൾ ആഡ് ചെയ്തിട്ടാണ് ഇത്രയും എത്തിയത്. വർഷങ്ങൾ കൊണ്ട് അവിടെ വലിയ ചങ്ക്സ് ആണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ പ്ലാനിങ് ഒക്കെ വളരെ എളുപ്പമായിരിക്കും. ഇനിയിപ്പോൾ പ്ലംബിങ് ഇതൊക്കെ നമുക്ക് ആൾറെഡി ഇന്ന ഏരിയയിലാണെന്ന് അറിയുമ്പോൾ അതിനെ സയന്റിഫിക്കലി അപ്രോച്ച് ചെയ്യാനുള്ള ഒരു സാഹചര്യം അവിടെ കൂടുതൽ കിട്ടും. പിന്നെ ഇവിടെ നമ്മൾ ചെയ്തപ്പോൾ ഉണ്ടായ കുറേ കാര്യങ്ങൾ വലിയൊരു അനുഭവമാണ്. നമ്മൾ അടുത്തൊരു പ്രോജക്റ്റിൽ എന്തൊക്കെ ഇവിടെ മൈനസ് വന്നു, എന്തൊക്കെ പ്ലസ് ഇവിടെ വന്നു. അപ്പൊ കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്കത് ഈസി ആയിട്ടും ബെറ്റർ ആയിട്ടും നമുക്കതിനെ ലാൻഡിന്റെ സ്ലോപ്പ് മുതൽ വാട്ടറിന്റെ അവൈലബിലിറ്റി വരെ നോക്കിയിട്ടാണ് വൈദ്യുതി അത് പലതും എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ആർക്കിടെക്ട്സിന് പോലും അത് പല കാര്യങ്ങളും നമുക്ക് അത് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ട്. അവരുടെ SF-ന്റെ പ്രീവിയസ് എക്സ്പീരിയൻസ് ഞങ്ങൾക്ക് ഈ കമ്മ്യൂണിറ്റി പണിയാനും ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ ഈ ഒരു വ്ലോഗില് നമ്മള് ഒത്തിരി കാര്യങ്ങൾ സാങ്ക്ടിറ്റി ഫെർമെയെ കുറിച്ച് കേട്ടു. അപ്പം സാധാരണ നമ്മള് ഇങ്ങനത്തെ വ്ലോഗ്സ് ഇങ്ങനെ ഇവരിൽ തന്നെ അവസാനിപ്പിക്കുകയാണ് പതിവ്. പക്ഷെ നമുക്ക് ഒരാളും കൂടി ഈ വ്ലോഗിൽ വരുന്നുണ്ട്. നമ്മളുടെ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് അറിയാം, അത് ഷിഹാബാണ് ശരിക്കും പറഞ്ഞ ഈ ഒരു
കൃഷിയുടെ എല്ലാ കാര്യങ്ങളും ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ ചെയ്യുന്നത്. അപ്പം പ്രാവശ്യം പറഞ്ഞു ഞാൻ വരുന്നില്ല, ബൈജേട്ടൻ തന്നെ പറഞ്ഞോളെന്നൊക്കെ പറഞ്ഞു. പക്ഷെ എന്നാലും ഞാൻ പറഞ്ഞില്ല, ഷിഹാബ് തന്നെ സംസാരിക്കണം. കാരണം കൃഷിയുടെ ഒത്തിരി കാര്യങ്ങൾ ഷിഹാബിന് നമ്മളായിട്ട് ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പോൾ ഷിഹാബ് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പം ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇത് കുറച്ചൊരു ലെങ്തി ആയിട്ടുള്ള വ്ളോഗാണ്. കാരണം ഇത് ഒത്തിരി വലിയ ഒരു പ്രോപ്പർട്ടിയാണ്. 100 ഏക്കറൊക്കെ ഉള്ള ഒരു പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് പാർട്ടായിട്ട് നമ്മൾ ചെയ്യേണ്ട വ്ളോഗാണ്. അതിനെ നമ്മൾ ഒരു വ്ളോഗിലേക്ക് കൊണ്ടുവരുമ്പോഴുള്ള കുറച്ച് ഒരു ഇൻകൺവീനിയൻസ് ഉണ്ട്. പക്ഷെ എന്നാലും നമ്മൾ മാക്സിമം നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ നമുക്ക് അത്രയും എൻക്വയറിയും അത്രയും കാര്യങ്ങൾ ജനറേറ്റ് ചെയ്യാൻ പറ്റിയത് കൊണ്ട് ഇപ്പോഴും ആളുകൾ എന്നെ വിളിക്കുന്നതുകൊണ്ടാണ് ഇത്രയും ഈ ഒരു സമയമായിട്ട് പോലും ഇത്ര റിസ്ക് എടുത്ത് നമ്മൾ ഇവിടെ വന്ന് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഷിഹാബിനെയും കൂടെ ഈ ഒരു വീഡിയോയിലേക്ക് വെൽക്കം ചെയ്യാം. അതുപോലെ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒത്തിരി സന്തോഷം, ഒത്തിരി താങ്ക്സ്. കാരണം നമ്മൾ ഒത്തിരി ലേറ്റ് ആയിട്ടാണ് ഈ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഒത്തിരി കോപ്പറേറ്റ് ചെയ്തു അതിന്. നിങ്ങൾ വിചാരിച്ച പോലെ തന്നെ നിങ്ങളുടെ ഡ്രീംസും എല്ലാം റെഡിയായി. ഇനി അടുത്ത ഒരു വർഷം കഴിഞ്ഞ് വരുമ്പോൾ കുറേയും കൂടെ അല്ലേ ഒത്തിരി കാര്യങ്ങൾ ഇതിൽ വരണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പം താങ്ക്സ് ഫോർ യുവർ ടൈം. താങ്ക് യു സോ മച്ച്. താങ്ക്സ് ഫോർ കമ്മിങ്. അപ്പം നമ്മുടെ കൂടെ ഷിഹാബ് ഉണ്ട്. നമ്മുടെ ആദ്യത്തെ വ്ലോഗ് കണ്ടവർക്ക് എല്ലാവർക്കും ഷിഹാബിനെ അറിയാം. ഷിഹാബാണ് ഈ ഒരു സാങ്ക്ടിറ്റി ഫെമെ എന്ന് പറഞ്ഞ ഈ ഒരു ഫാമിൽ അല്ലെങ്കിൽ ഈ ഒരു പ്രോജക്റ്റിൽ കൃഷിയുടെ ഫുൾ കാര്യങ്ങൾ ഷിഹാബാണ് ചെയ്യുന്നത്. അപ്പോൾ ഷിഹാബിനെ നമ്മളുടെ ഈ ഒരു പ്രോജക്റ്റിൽ ഒഴിച്ചുവിടാൻ പറ്റാത്തൊരു വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വലിച്ച് ഷിഹാബിനെ കൊണ്ടുവന്നിരുത്തിയിരിക്കുന്നത്. അപ്പോൾ ഷിഹാബേ, നമ്മൾ 1.5 വർഷം മുമ്പ് കണ്ടപ്പോൾ അല്ലേ, ഷിഹാബ് കുറേ കാര്യങ്ങൾ നമ്മുടെ വീഡിയോയിൽ പറഞ്ഞു. അതിൽ നിന്ന് ഒത്തിരി ചേഞ്ചസ് എനിക്ക് വിസിബിൾ ഇവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പൊ എന്താ ഷിഹാബിന് എന്താ നമ്മളുടെ ഈ ഒരു ഇപ്പോഴത്തെ നമ്മുടെ ഒരു സാങ്ക്ടിറ്റി ഫെമയെ കുറിച്ച് പറയാനുള്ളത്? ഫസ്റ്റ് നമ്മുടെ ഇവിടുത്തെ ഒരു ബയോഡൈവേഴ്സിറ്റി തന്നെ. നമ്മൾ അന്ന് വരുമ്പോൾ ഉണ്ടായിരുന്ന മാറ്റങ്ങൾ, നമ്മൾ ഒരുപാട് ഫോറസ്റ്റുകൾ ഇവിടെ ആഡ് ചെയ്തു. പിന്നെ നമ്മുടെ ഇവിടെയുള്ള ഫ്രൂട്ട് പ്ലാന്റ്സിന്റെ അന്ന് ഐ തിങ്ക് ഒരു 100-ലധികം വെറൈറ്റികളുണ്ട്. അതൊരു 500 ആയി. പിന്നെ നമ്മൾ ഓരോ വർഷം ടാർഗറ്റ് ചെയ്തിട്ടാണ് ഇവിടുത്തെ പ്ലാന്റേഷൻ നടത്തുന്നത്. ഈ വർഷം ഏകദേശം 1 ലക്ഷം ട്രീസ് ആണ് SF-ന്റെ മൊത്തം ഏരിയയിൽ നമ്മൾ പ്ലാന്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രകടമായ മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ രാവിലെ എണീറ്റ് നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഇവിടെ ഒരുപാട് കിളികൾ, ഒരുപാട് ബട്ടർഫ്ലൈസ്, ബീസ്, അങ്ങനെ ഒരുപാട് നമ്മുടെ ഒരു കമ്മ്യൂണിറ്റി ലിവിങ്ങിനും ആ ഒരു സസ്റ്റൈനബിൾ ലിവിങ്ങിനും വേണ്ട ഒരുപാട് എലമെന്റ്സ് ബൈ നാച്ചർ നമുക്ക് കിട്ടി ഇവിടെ വന്നു അല്ലേ. അതൊരു വലിയ കാര്യമുണ്ട്. കാരണം ഞാൻ അന്ന് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞില്ല, അന്ന് നമ്മൾക്ക് ഇങ്ങനെ നമ്മൾ ശരിക്കും പറഞ്ഞൊരു കോൺസെപ്റ്റ് ആയിരുന്നു അല്ലേ, ഇങ്ങനെയൊക്കെ വരും, ഇങ്ങനെയൊക്കെ ആവും, നമ്മുടെ ഡ്രീംസ് ആണ് നമ്മൾ പങ്കുവെച്ചത്. ഇന്നിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ ഡ്രീംസ് നിങ്ങൾ രണ്ടുപേരും നല്ല രീതിയിൽ അച്ചീവ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ ബിനു സാറിന്റെ പോലത്തെ ഒരു ആർക്കിടെക്റ്റൊക്കെ ഈ ഒരു കമ്പനിയിൽ അതിന്റെ ഒരു പാർട്ട് ആവാന്നൊക്കെ പറഞ്ഞാൽ വലിയൊരു കാര്യമാണ്. പിന്നെ ഞാൻ കുറെ പ്രോഡക്ട്സ് കണ്ടു, നമ്മൾ ഓണായിട്ട് ഉണ്ടാക്കുന്ന പ്രോഡക്ട്സ്, അതൊന്ന് പറയാമോ? നമ്മുടെ ഒരു ഡ്രീമായിരുന്നു വളരെ തുടക്കം മുതൽ. ഇപ്പോൾ ഒരു 3-4 ഇയേഴ്സ് ബാക്ക് ഇവിടുത്തെ പപ്പായ വെച്ചിട്ട് എൻ്റെ ഭാര്യനെ കൊണ്ട് ഞാൻ പിക്കിൾ ഉണ്ടാക്കിയിട്ട് പലർക്കും വിറ്റിരുന്നു. അത് ഇപ്പോൾ അറിയാലോ, നമുക്ക് എപ്പോഴും ഒരു ഓർഗാനിക് ഫാമിംഗ് എന്ന് പറയുമ്പോൾ ആളുകൾക്ക് ഉണ്ടാവുന്ന ഒരു പ്രശ്നം അതിൻ്റെ ഒരു ട്രസ്റ്റാണ്. അപ്പോൾ ഇത്രയും 85 ഏക്കേഴ്സ് ആയിട്ടുള്ള ഒരു പ്രോജക്ട്സും ഇത്രയും വൈവിധ്യങ്ങൾ നമ്മളിവിടെ കൃഷി ചെയ്യുമ്പോൾ അതിൻ്റെ വാല്യൂ ആഡഡ് പ്രോഡക്ട്സ് നമുക്ക് ചെയ്തു കഴിഞ്ഞാൽ അതിനുണ്ടാവുന്ന ഒരു ട്രസ്റ്റ് ഉണ്ടല്ലോ, അത് ഭയങ്കരമാണ്. അപ്പോൾ അന്ന് നമ്മൾ ഓരോരോ ഡിഫറെൻറ്റ് മോഡ്യൂളിൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപക്ഷെ ചില പ്രോഡക്ട്സിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോഴാണ് നമ്മൾ ഇവിടുത്തെ തന്നെ ഒരു കസ്റ്റമർ, പ്ലോട്ട് നമ്പർ 24 സുധീർ എന്ന് പറഞ്ഞ ഒരു കസ്റ്റമറും പുള്ളിയുടെ ഒരു സിസ്റ്റർ മകനുമായിട്ടുള്ള വിഷ്ണു, അപ്പോൾ ഇവർ നമ്മളടുത്തൊരു ആശയം പങ്കുവെച്ചു, നമുക്ക് ഇവിടുത്തെ പ്രോഡക്ട്സിനെ ഞങ്ങൾ തന്നെ ബ്രാൻഡ് ചെയ്യട്ടെ. അപ്പോൾ SF കൊളാബറേറ്റ് ചെയ്തിട്ട് ആങ്കൂര എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് അവർ ഡെവലപ്പ് ചെയ്തു. അതിൻ്റെ ടെക്നിക്കൽ സൈഡുള്ള ഹെൽപ്പ്, കൃഷിയിൽ വേണ്ട കാര്യങ്ങൾ നമ്മളും ചെയ്തു. അപ്പോൾ ഒരു ബ്യൂട്ടിഫുൾ പ്രോഡക്റ്റ് ആയിട്ട് അത് വന്നു. ഇപ്പോൾ നമുക്ക് ഇവിടുത്തെ ടാമറിൻ്റെ എല്ലാ വർഷവും നമ്മൾ ചുമ്മാ കോൺട്രാക്റ്റ് കൊടുത്ത് വളരെ തുച്ഛമായ പൈസക്ക് ആളുകൾക്ക് വിൽക്കുമായിരുന്നു. പക്ഷെ ആളുകൾക്ക് അതിൻ്റെ വാല്യൂ ഒന്നും അറിയില്ല, ഇത് ഓർഗാനിക് ആണോ പെസ്റ്റിസൈഡ് ഫ്രീ ആണോ ഒന്നും അറിയില്ല. പക്ഷെ അതിനെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആക്കിയിട്ട് ഞങ്ങൾ മാറ്റി. പിന്നെ നമ്മുടെ മുരിങ്ങ അറിയാലോ, നമ്മുടെ ഫുഡ് ഫോറസ്റ്റിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ എപ്പോഴും ആഡ് ചെയ്യുന്ന ഒരു പ്ലാന്റാണ് മുരിങ്ങ. അതിൻ്റെ ലീഫ് ഡ്രൈ ആക്കിയിട്ട് മുരിങ്ങയുടെ പൗഡർ ആക്കി. പിന്നെ മാങ്ങ, 20 ടൺ മാങ്ങയാണ് ഓരോ വർഷം ഇവിടെ നമുക്ക് ഹാർവെസ്റ്റ് ചെയ്യുന്നത്. അതും ഇതുപോലെ നമുക്ക് വേസ്റ്റ് ആയി പോവുക, അല്ലെങ്കിൽ പൾപ്പ് ഫാക്ടറിക്ക് 1 കിലോന് 5 രൂപ 6 രൂപക്ക് വിൽക്കുമായിരുന്നു. അപ്പോൾ അതിന് പകരം അതിൻ്റെ പിക്കിളാക്കിയിട്ട് ഇവിടുത്തെ കസ്റ്റമർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റി. പിന്നെ സീഡ്ലെസ് ലെമൺ നമുക്ക് ഇവിടെ അന്ന് മുതൽ ഒരു എക്സ്പെരിമെന്റ് ചെയ്തൊരു ലെമൺ ആയിരുന്നു. അത് യാതൊരുവിധ കെയറും വേണ്ട,
അതിന്റെ ജ്യൂസ് ഭയങ്കര ടേസ്റ്റിയാണ്. നമ്മളൊക്കെ ഫസ്റ്റ് വന്നപ്പോ എനിക്ക് ഓർമ്മയുണ്ട്, വരുന്നവർക്കൊക്കെ അതാണ് ഫസ്റ്റ് അല്ലേ, എല്ലാവർക്കും വെൽക്കം ഡ്രിങ്ക് അതായിരുന്നു. അതിനെ ഒരു വാല്യൂ ആഡഡ് പ്രോഡക്ട്സ് ആക്കിയിട്ട് ഒരു നല്ല പിക്കിളാക്കി മാറ്റി. അത് ഭയങ്കരമായിട്ട് ഹിറ്റായി മാറി. ഇപ്പോൾ ഈ വിഷ്ണുവും സുധീറും കൂടിയിട്ട് അത് നമ്മൾ SF-ന്റെ കസ്റ്റമേഴ്സിന് എപ്പോഴും കൊടുക്കുന്ന ഒരു കാര്യമാണ്. നമ്മളൊരു മ്യൂച്വലി ബെനിഫിറ്റ് ആയിട്ട് ചുമ്മാ വന്ന് ലാൻഡ് വാങ്ങി ഇവിടെ നിൽക്കല്ല. അവർക്ക് ഏതൊക്കെ തരത്തിൽ ഈ കമ്മ്യൂണിറ്റിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുമോ, ഒരു ഓർഗാനിക് വേല എന്തൊക്കെ പറ്റുമോ അതിനെ എപ്പോഴും നമ്മൾ പ്രൊമോട്ട് ചെയ്യും. അങ്ങനെ വന്നൊരു നമ്മുടെ ഒരു വലിയൊരു സ്വപ്നമാണ് ആ പ്രോഡക്റ്റ്. നല്ല പ്രോഡക്റ്റ് ആണ്, ഞാനത് യൂസ് ചെയ്ത് നോക്കിയപ്പോഴേക്കും നല്ല പ്രോഡക്റ്റാണ്. അതുപോലെ തന്നെ ഷിഹാബേ, ഇപ്പൊ നമ്മൾ SF3 ഇപ്പൊ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ SF1 പറഞ്ഞത് 10,000 സ്ക്വയർ ഫീറ്റ്, അതിൽ നമ്മളിങ്ങനെ പല ചെടികളും മരങ്ങളൊക്കെ വെച്ച് കൊടുക്കുന്നുള്ളതാണല്ലോ. അത് തന്നെയാണോ നമ്മുടെ SF3 കൺസെപ്റ്റ്? നമ്മളെപ്പോഴും ഇംപ്രൂവ് ചെയ്യാനല്ലോ നോക്കുക. അപ്പോൾ എപ്പോഴും നമ്മുടെ ഡ്രീം ഇതിനേക്കാൾ മെച്ചായിട്ട് എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും, മച്ച് ബെറ്റർ. അപ്പോൾ SF3 ആ ഒരു ടെറൈനൊക്കെ വെച്ചിട്ടുള്ള ഒരു ഡിസൈന്, അത് ലാൻഡ്സ്കേപ്പിംഗ് സൈഡ് ആയിക്കോട്ടെ, ഫുഡ് ഫോറസ്റ്റ് സൈഡ് ആയിക്കോട്ടെ, അതായത് അവിടുത്തെ ഒരു ലാൻഡിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ കംപ്ലീറ്റ് ഒരു നാച്ചുറൽ ലോണാണ്. അതായത് നമുക്കതിനെ പ്രത്യേകിച്ച് പുല്ല് വെച്ച് പിടിപ്പിക്കൊന്നും വേണ്ട, ഓൾറെഡി തട്ടായിട്ട് നല്ല ഭംഗിയിലുണ്ട്. അതിനൊന്ന് നിലനിർത്തി അതിന് വല്ലാണ്ട് പരിക്കുകളൊന്നും പരുത്താതെ ആളുകളുടെ ഇഷ്ടത്തിനനുസരിച്ച ഫുഡ് ഫോറസ്റ്റ് നമ്മൾ ഡിസൈൻ ചെയ്തു കൊടുക്കും. ഇവിടെ നമുക്ക് ഒറ്റ പാക്കേജ് ആയിരുന്നു, അതായത് ഒരു മിനിമൽ ഫുഡ് ഫോറസ്റ്റ് നിങ്ങൾക്ക് ഉണ്ടാവും. അവിടെ ആളുകൾക്ക് ഏത് എക്സ്റ്റെൻഡ് വരെയും അവരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള പല ഫുഡ് ഫോറസ്റ്റ് നമ്മൾ ഡിസൈൻ ചെയ്ത് കൊടുക്കും. അത് സ്വദേശിയായിട്ടുള്ള ഇനങ്ങളായിട്ടുള്ള ഫ്രൂട്ട് പ്ലാന്റ്സ് ഉണ്ടാവാം, ചിലപ്പോൾ ഒന്നുകൂടി ഒരു എക്സോട്ടിക് ആയിട്ടുള്ള സംഭവങ്ങളാവാം, ചിലപ്പോൾ അതിലൊരു കോയിപ്പോണ്ട് നമ്മൾ ഡിസൈൻ ചെയ്ത് കൊടുക്കും. ഒരു ട്രോപ്പിക്കൽ ഗാർഡൻ ഉണ്ടാവും. അപ്പോൾ ഈ ട്രോപ്പിക്കൽ ഗാർഡനൊക്കെ ഇവിടുത്തെ ഈ ടെറൈൻ വെച്ചിട്ടുള്ളതായിരിക്കും. കുറെ ക്യാക്ടസ്, കുറെ പാറകൾ, അതിൽ കുറച്ച് ജപ്പാൻ കോയി ഫിഷസ് അങ്ങനെയൊക്കെ വെച്ചിട്ടുള്ള ഒരു സംഭവം. അതെ, ഞാൻ ലാൻഡ്സ്കേപ്പിങ്ങിനും കൂടി കുറച്ച് ഇമ്പോർട്ടൻസ് SF3 കൊടുക്കുന്നുണ്ട്. ഞങ്ങളിപ്പോൾ ഒരു ലാൻഡ്സ്കേപ്പിംഗ് നല്ലൊരു ട്രോപ്പിക്കൽ ഗാർഡൻ ചെയ്യുന്ന ഒരു ടീമിനായിട്ട് നമ്മൾ അസോസിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ ഡിവിഷൻ അവർക്ക് കൊടുക്കും. ഒരു സ്റ്റുഡിയോ നമ്മൾ ഇവിടെ പ്ലാൻ ആക്കുന്നുണ്ട്, ലാൻഡ്സ്കേപ്പിംഗ് സ്റ്റുഡിയോ. അത് ഒരു ടിപ്പിക്കൽ ലാൻഡ്സ്കേപ്പിംഗ് ആയിരിക്കില്ല, നമ്മൾ ആ ടെറൈന് നോക്കി അതിന്റെ ഭംഗി നിലനിർത്തി നല്ല രീതിയിലായിട്ടുള്ള ലാൻഡ്സ്കേപ്പിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റുഡിയോ നമ്മളിവിടെ ചെയ്യും. അപ്പോൾ ആളുകൾക്ക് ചൂസ് ചെയ്യാൻ പറ്റും ഈ സാധനം എനിക്ക് വേണം, അപ്പോൾ അവർക്ക് അതുപോലെ ചെയ്തു കൊടുക്കും. SF1 ഞാനിപ്പോൾ ഇവിടെ 4 days ഉണ്ടായിരുന്നല്ലോ. നമ്മൾ വീക്കെൻഡ്സ് ഒക്കെ ആയപ്പോൾ നമുക്ക് ഒത്തിരി ആളുകൾ ഇവിടെ വരുന്നുണ്ട്, ഇവിടെ സ്റ്റേ ചെയ്യുന്നുണ്ട്, ഫാമിലി ആയിട്ട് അവര് ഫുട്ബോൾ കളിക്കുന്നു, മറ്റേ ഹോഴ്സ് റൈഡിങ് അല്ലേ. അപ്പൊ ഇപ്പൊ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ഇപ്പൊ SF1 3 ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു റിട്ടേൺ നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട് അല്ലേ? അതെ, അത് ഇപ്പോൾ ബൈജോട്ട് പറഞ്ഞ പോലെ ടാഗ് ലൈൻ ആഡ് ലൈഫ് ടു യുവർ ലൈഫ് സ്റ്റൈലാണ്. അതിൻ്റെ ഫസ്റ്റ് റിട്ടേൺ. നമ്മുടെ ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് രാവിലെ കുതിര ഓടിക്കുന്നു, പിന്നെ കൃഷി ചെയ്യുന്നു, വൈകുന്നേരം ഫുട്ബോൾ കളിക്കുന്നു. സിഇഒയുടെ കൂടെ ഇപ്പോൾ ആർക്കിടെക്ട്സ് ഇപ്പോൾ പല സൈറ്റിലും വർക്ക് ചെയ്ത് ഇവിടെ വരുമ്പോൾ ഇവിടുത്തെ ഡയറക്ടറെ കൂടെ നമ്മൾ ഫുട്ബോൾ കളിക്കുന്നു. നല്ല രസമായിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലാണ്. അത് തന്നെയാണ് ഫസ്റ്റ് റിട്ടേൺ. ഇപ്പോൾ സെക്കൻഡ് റിട്ടേൺ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു വാല്യൂ ആഡഡ് പ്രോഡക്ട്സ് പറഞ്ഞല്ലോ, കസ്റ്റമേഴ്സിന് അങ്ങനെ എന്ത് ഇന്നോവേറ്റീവായിട്ട് എന്ന മനുഷ്യനും പ്രകൃതിക്കും ദോഷകരമല്ലാത്ത രീതിയിലുള്ള പ്രോഡക്ട്സോ അങ്ങനെ എന്ത് വേണമെങ്കിലും അവർക്ക് ചെയ്യാം. അതുകൂടാതെ ഞാൻ എപ്പോഴും എല്ലാവരുടെ അടുത്തും പറയണത്, ഒരു ഫാർമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്രോപ്പിൽ ഒതുങ്ങിയിട്ട് അവൻ്റെ ജീവിതം കളയാനല്ല. നമുക്കിപ്പോൾ ചുറ്റിലും സംഭവിക്കുന്നതാണ്, ഒരു സിംഗിൾ ഏരിയയിൽ ഒരു 2 acres ഒരൊറ്റ ക്രോപ്പ് ചെയ്യും, ടൊമാറ്റോ. അപ്പോൾ ഒരു ത്രൂ ഔട്ട് ദി ഇയർ കാൽക്കുലേറ്റ് ചെയ്താൽ ചിലപ്പോൾ അവന് ലോസ് ആയിരിക്കും, അവന് സൂയിസൈഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടുത്തെ ചുറ്റുപാട് മനസ്സിലാക്കിയിട്ട് ഫാം സ്റ്റേസ്, അതും നല്ല രീതിയിൽ നമ്മൾ ഹൗസസൊക്കെ നിങ്ങൾക്ക് അറിയാലോ, അവിടെ ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ കസ്റ്റമേഴ്സിന് അവരുടെ തോട്ടത്തിൽ ഒരു ചെറിയ കൊച്ചു വീട് വെച്ചാൽ അവർക്ക് സ്റ്റേ ചെയ്യാം. കൂടാതെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫാം സ്റ്റേ ആയിട്ട് SF ഹോസ്പിറ്റാലിറ്റി ടീം ബിൽഡ് ചെയ്തിട്ടുണ്ട്. അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ SF കസ്റ്റമേഴ്സിനെ കണ്ടെത്തി അതിൽ ഒരു ഫാം സ്റ്റേ എനേബിൾ ചെയ്യും. അതിൽ നല്ലൊരു റിട്ടേൺ ആണ്. ഇവിടെ എൻ്റെ കൂടെ ഒരുപാട് ഫ്രണ്ട്സ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞങ്ങളൊരു ചെറിയ വീട് വെച്ചു, ആ വീടിന് നമുക്ക് റിട്ടേൺ ആയി തുടങ്ങി. അപ്പോൾ നല്ല ഡിമാൻഡാണ്. കാരണം ഈ ഷൂളഗിരി ഏരിയനെ കണക്ട് ചെയ്തിട്ട് കുറേ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ് ഉണ്ട്. ഹോഗനക്കലുണ്ട്, ബാംഗ്ലൂർ ഉണ്ട്, പിന്നെ ഇതിൻ്റെ അകത്ത് ആക്ടിവിറ്റീസും ഉണ്ട്. ഞാൻ പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊരു നല്ല റിട്ടേൺ ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഡിഫറെന്റ് ലെവൽസ് ഓഫ് റിട്ടേൺസ് നമുക്ക് ഇവിടുന്ന് കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സാങ്ക്ടിറ്റി ഫെർമയുടെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. നമ്മൾ ബൈജേട്ടൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. ആർക്കിടെക്ട് വിനു ഡാനിയൽ, അതുപോലെ ഷിഹാബ്, ഇവരെയൊക്കെ നമ്മൾ പരിചയപ്പെട്ടു.
അപ്പം നമ്മൾ കൂടുതൽ ഇതിനെക്കുറിച്ച് അറിയേണ്ടവർ നമ്മൾ കോൺടാക്ട് നമ്പർ എല്ലാം വീഡിയോയിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ വിളിക്കുക. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു വാസ്റ്റായിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ്, ഇവരുടെ വലിയൊരു ഡ്രീമാണ്. അപ്പം അത് നമുക്കൊരു അരമണിക്കൂറിൻ്റെ ഉള്ളിലൊക്കെ നിർത്താമെന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരു കാര്യമാണ്. അപ്പം നമ്മൾ മാക്സിമം കട്ട് ഷോട്ട് ചെയ്ത് നിങ്ങൾക്ക് ബോറടിക്കാത്ത രീതിയിലെല്ലാം ചെയ്തിട്ടുണ്ട്. പിന്നെ കൂടുതൽ അറിയേണ്ടവരെ ഇവിടെ വരിക തന്നെ വേണം. അപ്പം നമ്മളൊരു ക്ലയൻറ്റിൻ്റെ ഒരു റിവ്യൂവും കൂടെ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട്, ഇപ്പം നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ കണ്ട് ഇവിടെ എടുത്ത പ്രവീൺ സാറും അതുപോലെ ശില്പം മേഡം, അപ്പോൾ അവർ മലയാളികളാണ്, അവരിവിടെ വളരെ സന്തോഷമായിട്ട് താമസിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ ഒരു കുഞ്ഞൊരു റിവ്യൂവും കൂടെ ഞാനിതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഷിഹാബെ, ഒത്തിരി സന്തോഷം. കുറേ നാളെ 1.5 വർഷം കഴിഞ്ഞിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അതിലൊക്കെ എനിക്ക് സന്തോഷം എന്ന് പറഞ്ഞാൽ ആ 1.5 വർഷം മുമ്പ് നമ്മൾ പറഞ്ഞ പല കാര്യങ്ങളും നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്തു. വളരെ സക്സസ്ഫുള്ളി ഈ ഒരു കമ്പനി റൺ ചെയ്യുന്നു. അപ്പോൾ അതൊക്കെ ഒത്തിരി സന്തോഷമുള്ള കാര്യമാണ്. ഇനിയും ഇത് വലിയൊരു കമ്മ്യൂണിറ്റി ആവണം, വലിയൊരു സസ്റ്റൈനബിൾ ഒരു എന്താ പറയുക, ഒരു ലിവിങ് കമ്മ്യൂണിറ്റി ആയിട്ട് ഇത് മാറണം എന്നാണ് നമ്മുടെ ആഗ്രഹം. അടുത്ത വർഷം വീണ്ടും നമ്മൾ വരും. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ നിമ്മിനെ ഞാൻ ഫസ്റ്റ് കണ്ടതും വിളിച്ചതും ഈ ഒരു 1.5 വർഷത്തെ ഇവിടുത്തെ മാറ്റങ്ങൾ, കാരണം ഫസ്റ്റ് എപ്പോഴും ആളുകൾ പറയാറുണ്ട്, ഇവിടെ വന്ന് പല കസ്റ്റമേഴ്സ് നിമ്മി വഴി വരുമ്പോഴും അതിൽ വളരെ നല്ലൊരു സ്ക്രിപ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ട് ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് പറഞ്ഞു. ഇതും നന്നായിട്ട് നിമ്മി കവർ ചെയ്തു, ഇപ്പോൾ ആർക്കിടെക്ചറൽ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ നിങ്ങളെടുക്കുന്ന എഫേർട്ട് ഒരുപാട് സന്തോഷം ഉണ്ടായില്ലേ. താങ്ക് യു സോ മച്ച്. അപ്പോൾ താങ്ക് യു ഷിഹാബ്. ഓക്കെ, ഞങ്ങൾ ബാംഗ്ലൂർ സെറ്റിൽഡ് ആണ്. ഞങ്ങൾ ഈ ഫാം മേടിച്ചിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് 1 year. വി സ്റ്റാർട്ടഡ് ഇൻ ദ മന്ത് ഓഫ് നവംബർ. ഞങ്ങളിത് മേടിക്കാൻ കാരണം മെയിൻ റീസൺ ഇസ് നിമ്മി ഡേവിഡ്. ഷീ ഇൻസ്പയർഡ് us to buy this project. She is one of the main reason. We got inspired looking at her blog. We were in search of a property far from the city. ഞങ്ങൾ മലയാളം പറയാത്ത കാരണം വി ആർ നോട്ട് വെരി ഫ്ലുവൻറ്റ് ഇൻ മലയാളം. എന്തെങ്കിലും തെറ്റ് പറ്റുമെന്നുള്ളൊരു പേടി കൊണ്ടാണ്. ഞങ്ങൾക്ക് സിറ്റിയിൽ നിന്ന് കുറച്ച് ദൂരെ ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടി വേണം, കുറച്ച് നേച്ചറിൻ്റെ കൂടെ താമസിക്കണം, പിള്ളേർ കുറച്ചും കൂടി നേച്ചറിൻ്റെ കൂടെ ലിവ് ചെയ്യണം, അങ്ങനെ ഒരു ഇത് വേണമെന്നുള്ളൊരു ഒരു ഡ്രീം ഉണ്ടായിരുന്നു. അതിന് കാരണം കൊണ്ടാണ് ഇവിടെ വന്നത്. അപ്പോൾ കുറേ സെർച്ചസ് ചെയ്തു, കുറേ പ്രോപ്പർട്ടീസ് ഞങ്ങൾ വിസിറ്റ് ചെയ്തു, കുറേ വീഡിയോസ് കണ്ടു. അങ്ങനെയാണ് ഞങ്ങൾ സാൻറ്റിറ്റി ഫാമിലിക്ക് വന്നത്. വന്ന ഫസ്റ്റ് നോട്ടം തന്നെ ഞങ്ങളെ ഫസ്റ്റ് ഞങ്ങൾ ഗേറ്റിൽ എൻട്രി ചെയ്തതിൽ തന്നെ ഞങ്ങൾ ഇൻസ്പയർഡായി. ആ എൻട്രൻസും അതിൽ തന്നെ ഞങ്ങൾ വി വെർ ഫോളൻ ഫോർ ഇറ്റ്. സോ പിന്നെ ഇവിടെ ബാംഗ്ലൂരിൽ ഞങ്ങൾക്ക് ഒരു ചെറിയ ടെറസ് ഗാർഡൻ ഒക്കെ ഉണ്ട്. ചെറിയ ഏരിയയിൽ ഞങ്ങൾ അത് പരീക്ഷിക്കായിരുന്നു കുറേ. അപ്പോൾ ഇവിടെ വന്നിട്ട് വാസ്റ്റ് ഏരിയയിൽ കണ്ടപ്പോൾ ഞങ്ങൾക്കൊരു കൂടുതൽ പരീക്ഷിക്കാം, കൂടുതൽ ഇഷ്ടം തോന്നിപ്പോയി. പിന്നെ ക്ലോസർ ടു ബാംഗ്ലൂർ, മെയിൻ പോയിന്റ്. നാട്ടിൽ ഞങ്ങൾക്ക് വീടും സ്ഥലങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ ദൂരെ യാത്ര, അത് സമയമൊക്കെ പരിമിതമാണ്. 8 hours ഓഫ് ട്രാവൽ പോയി വരാനുള്ളതും. അപ്പോൾ അതൊക്കെ കണക്ക് കൂട്ടിയിട്ട് ദിസ് വാസ് ദ നിയറസ്റ്റ്. 1.5 hours ഓഫ് ട്രാവൽ ടു ബാംഗ്ലൂർ, ദിസ് വുഡ് ബി ദ നിയറസ്റ്റ്. പിന്നെ വെൻ വി ഹാഡ് എ ഡിസ്കഷൻ വിത്ത് ബൈജു ആൻഡ് ഹിസ് ഡ്രീം, so other than also inspired us that it is something different, and we found his dream very genuine, so that also inspired us. And a discussion with Shihab, who leads the farming over here, that also inspired us a lot, that the way he explained us about the fruits and things like that. ഞങ്ങൾക്ക് തോന്നി അവരിങ്ങനെ ആ ഫ്രൂട്ട്സൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ കഴിക്കണ മാതിരി തോന്നി. അവർ ഓരോരോ ഫ്രൂട്ട്സിന് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും തോന്നി അവരിങ്ങനെ പൊട്ടിച്ച് തരുന്ന മാതിരി തോന്നി. അപ്പോൾ ഇതൊക്കെ ഞങ്ങളെ പ്ലോട്ടിലിങ്ങനെ ഉണ്ടാവുമെന്ന് തോന്നിയപ്പോൾ ഞങ്ങൾക്ക് ശരിക്കും തോന്നി ഇത് വേണം, ഇത് തന്നെ വേണമെന്ന് തോന്നി. അപ്പോൾ ഞങ്ങളിത് മേടിച്ചു. ഈ ഡിസ്കഷൻ തുടങ്ങിയിട്ട് ഒരു 10 ദിവസത്തിനുള്ളിൽ ഞങ്ങൾ കൺസ്ട്രക്ഷനും തുടങ്ങി. വേറെ ഒന്നും ചിന്തിച്ചിട്ടില്ല. November 8th വന്നു, November 18th ഞങ്ങൾ കൺസ്ട്രക്ഷനും തുടങ്ങി. പെട്ടെന്നായിരുന്നു ഞങ്ങൾ എല്ലാ ഇതും. മെയിൻ റീസൺ കൊറോണ നമ്മളെ വീട്ടിൽ ഇരുത്തിപ്പിച്ചു. ശരിക്കും വീട്ടിൽ 4 ചമ്മരം മാത്രം കണ്ട് വീട്ടിൽ തന്നെ ജീവിച്ചു. അപ്പോൾ എന്തെങ്കിലും ഒന്ന് പുറത്തൊന്ന് ചെയ്യണമെങ്കിൽ ഇതുപോലത്തെ സിറ്റി ജീവിതത്തിൽ പറ്റില്ല. അപ്പോൾ ഗ്രാമങ്ങളിലേക്ക് പോയി തന്നെ ആവണം. സോ അതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ കാരണങ്ങൾ. പിന്നെ എല്ലാം ഈസി ആയിരുന്നു. പിന്നെ ഞങ്ങളിവിടെ വന്നു, ഒരാഴ്ചയ്ക്ക് വേണ്ടി വന്നതാണ്. പിന്നെ ഇപ്പോൾ കുറച്ച് മാസങ്ങളായി ഓൺലൈൻ ക്ലാസ്സസ് ഉള്ളതിനെ കൊണ്ട് എല്ലാം ഈസിയാണ്. ഇൻ്റർനെറ്റ് കണക്ഷൻ ഉണ്ട്, എല്ലാം ഇറ്റ്സ് നൈസ്. പിള്ളേർക്കും ദേ ആർ എൻജോയിങ്. ഇറ്റ്സ് നൈസ്. വി ആർ വെരി ഹാപ്പി ലിവിങ് ഹിയർ.